അന്ന ഹസാരയുടെ ലക്ഷ്യം ഉന്നതമാണെങ്കിലും മാർഗം ശരിയല്ല എന്നാണ് കോൺഗ്രസുകാരനായ പ്രധാനമന്ത്രി സോണിയ സിംഗ് പറയുന്നത്. പണ്ട് ഇങ്ങനെ ഒരാൾ കച്ചത്തോർത്തെടുത്ത് ഉപവാസം ഇരുന്നത് കൊണ്ടാണ് സോണിയ സിംഗ് ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നതെന്ന കാര്യം മറക്കാതിരുന്നാൽ നന്ന്. അഴിമതിക്കെതിരെ ഹസാരയ്ക്ക് പിന്നാലെ കൂടുന്ന രാഷ്ട്രീയക്കാരോടെല്ലാം ഒരപേക്ഷ. അഴിമതി കാട്ടുന്ന, കൈക്കൂലി വാങ്ങുന്ന, സ്വന്തം പാർട്ടിയിലും യൂണിയനിലും പെട്ട തൊഴിലാളികളെല്ലാം അടിയന്തരമായി പാർട്ടിയിൽ നിന്നും യൂണിയനിൽ നിന്നും പുറത്താക്കണം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ആദ്യം ഒരറിയിപ്പാണ്. കണ്ടവരുണ്ടോ? ഈ ഫോട്ടോയിൽ കാണുന്ന സംസ്ഥാന മന്ത്രിസഭയിൽ കുട്ടി പറയും കുഞ്ഞു ഭരിക്കും എന്ന ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന മന്ത്രി VK ഇബ്രാഹിം കുണ്ടിനെ കണ്ടവരുണ്ടോ? പൊതുമരാമത്ത് വകുപ്പ് കിട്ടിയതു മുതൽ പോത്തിനന്ത് ഏത്തവാഴ എന്ന മട്ടിൽ ജീവിച്ചു വരികയായിരുന്നു ഇദ്ദേഹം. റോഡിലെ കുഴിയെണ്ണി വിപ്ലവം കൊണ്ടുവന്ന തോമസ് വൈദ്യൻ ഉൾപ്പെടെയുള്ള മുൻ കുഴിമന്ത്രിമാരെല്ലാം തന്നെക്കാൾ കേമന്മാരായിരുന്നു എന്ന് പറയിപ്പിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാൻ വേണ്ടി കൂടുതൽ കുഴി, കുറച്ചു വാർത്താ സമ്മേളനം എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. നാട്ടുകാർ നടുവൊടിഞ്ഞു വീഴുന്നത് കണ്ട് രസിക്കുകയായിരുന്നു കാണാതാകുന്നതുവരെയുള്ള വിനോദം. ഇടയ്ക്ക് കുട്ടിക്ക് വേണ്ടി ഐസ്ക്രീം പരുവത്തിൽ കിടക്കുന്ന റോഡിലൂടെ ചില സന്ധി സംഭാഷണങ്ങൾക്ക് പോകുന്ന പതിവും ഇദ്ദേഹത്തിനുണ്ടെന്ന് പരാതിയുണ്ട്. ഈ ബഹുമുഖ കുഴി പ്രതിഭയെ കണ്ടുകിട്ടുന്നവർ പാണക്കാട്ടോ പാണ്ടിക്കടവത്തോ എത്തിക്കാൻ അപേക്ഷ. മകനെ കുണ്ടുകുഞ്ഞെ, എത്രയും വേഗം മടങ്ങി വരിക. വരുമ്പോൾ വിമാനത്തിൽ വരാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കുഴിയിൽ വീണ് മകനും ഞങ്ങളുടെ അവസ്ഥയിലാകും എന്ന് കേരളത്തിലെ കുഴികളിൽ വീണു മരിച്ച ഒരു കൂട്ടം പരേതാത്മാക്കൾ. മന്ത്രിമാരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനായി നടന്ന ക്ലാസ്സിലേക്കാണ് ഇനി. ഷാഫി പറമ്പിൽ നയിച്ച ക്ലാസ്സിന് അല്പമെങ്കിലും ആശ്വാസം പകർന്നത് A വിജയരാഘവന്റെ കൂത്തായിരുന്നു. അങ്ങനെ കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി ശിഷ്യന്മാരും കൂടി കൂടിയിട്ട് ഇന്ന് കോഴിക്കോട്ടേക്ക് വിളിക്കുക പഠിക്കാൻ. സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിച്ചില്ലെങ്കിൽ, പ്രേമിച്ചില്ലെങ്കിൽ പിന്നെ സാഹിത്യമില്ല. പ്രകൃതിയുടെ ഏറ്റവും നല്ലൊരു ചായക്കൂട്ടാണ്, നിറക്കൂട്ടാണ് സ്ത്രീ പുരുഷ ബന്ധം. ഇണയെ ആകർഷിക്കാനുള്ള പ്രകൃതിയുടെ ചലന തത്വം, അതിന്റെ താളം, ഇളം കാറ്റ്, ചാഞ്ഞ വെളിച്ചം, നിഴലുകളുടെ സങ്കലനം, പകലിന്റെ യാത്ര പറച്ചിൽ, ഉദയത്തിന്റെ ഉണർവ്, ഇതിന്റെ എല്ലാം സ്ഥായിയായ ഭാവം റൊമാൻസ് ആണ്. ചങ്ങമ്പുഴ കവിതകളിലെ ആകർഷണീയതയും ഈ റൊമാൻസ് തന്നെ. പ്രകൃതി ഈ ഭാവത്തിന് വളരെ അനുകൂലമാണ്. അതോടുകൂടി കേരളത്തിലെ ക്യാബിനറ്റ് മെച്ചപ്പെട്ടു. കുഞ്ഞാലിക്കുട്ടിയുടെ സ്വഭാവം നന്നായി. മറ്റൊരർത്ഥത്തിൽ പ്രകൃതിക്ക് തന്നെ ഈ ഭാവമാണ് റൊമാൻറ്റിക്. നനഞ്ഞ വിറക് കത്തുന്ന അടുക്കളയിൽ അടുപ്പിനരികത്തിരുന്ന് ആർക്കെങ്കിലും പ്രേമിക്കാൻ പറ്റുമോ? അപ്പൊ പ്രേമത്തിന് അതിൻ്റെതായ ഒരു പശ്ചാത്തല ഭംഗി വേണം. ആ പശ്ചാത്തല ഭംഗിയാണ് ഏതൊരു കവിതയുടെയും ആകർഷണീയത. പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് ചിറകിട്ടടിച്ചു പറക്കുന്ന പറവകളും, യാത്ര പറയുന്ന വെളിച്ചം, കാറ്റത്താടുന്ന പുഞ്ചപ്പാടങ്ങളെ തഴുകയും, കായലിൽ നൃത്തം വെക്കുന്ന അലകളിൽ തെന്നി തെന്നി നീങ്ങുന്ന ചുറ്റുവള്ളങ്ങളൊക്കെയുള്ള ആ ഒരു കുട്ടനാടിന്റെ കുട്ടനാടൻ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും CEO ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ പഴയ കാലത്ത് ക്ലാസ്സിലിരുന്ന് പഠിച്ചതിന്റെ ഓർമ്മകളുടെ അടിസ്ഥാനത്തില് പുതിയ സാഹചര്യങ്ങളെ കുറിച്ചുള്ള പലതും അറിയാനും
പഠിക്കാനും സാധിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ്. ജയിക്കില്ല ജയിക്കോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ മന്ത്രിമാരൊക്കെ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം, എങ്ങനെ നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയാക്കണം, സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് നമ്മുടെ സ്ട്രെസ്സൊക്കെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, ടെൻഷൻസ് ഒക്കെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, എങ്ങനെ നമുക്ക് മാനസികമായി ശാരീരികമായി ഒക്കെ നല്ല ഉണർവോടുകൂടി ചെയ്യാം, എങ്ങനെ നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാക്കാം, പെർഫോമൻസ് എങ്ങനെ ബെറ്റർ ആക്കാം. അതാണ് ഇതിനകത്ത് ഇത് ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷനാണ് പ്രധാനമായിട്ടും, അല്ലാതെ ഒരു ടീച്ചിങ് ക്ലാസ് അല്ല. അച്യുതനോർക്കണ്ട അതിനുള്ള പേരും കൂട്ടാം. അച്യുതൻ പറഞ്ഞത് കണ്ടില്ലേ? അച്യുതൻ അറിയാത്ത പറഞ്ഞാൽ നല്ല പേരുണ്ടോണ്ട നല്ല ബുദ്ധിയാ. എന്തിനാണ്ട് ആ കാളച്ചാന കേസിൽ കുറെ ആൾക്കാർ മരിച്ചു. ആ നേരത്ത് അന്വേഷണം മൂപ്പിലെത്തിക്കേണ്ടി ചെല്ലുമ്പോൾ പത്രസമ്മേളനത്തിൽ ചേർന്നു, ഞാൻ മദ്യവ്യാപാരം നിർത്തി. അപ്പോഴാണ് മനസ്സിലായത് മഹാത്മാഗാന്ധിന്റെ ആൾക്കാർ മദ്യം വിറ്റാണ് ഈ കേരളത്തിൽ ജീവിച്ചാൽ കോൺഗ്രസ് ആയി MLA ആവാൻ നമുക്ക് മനസ്സിലായില്ലേ? ഇവിടെ മദ്യനയം നടപ്പിലാക്കാം. ഇവര് മദ്യം കുറയ്ക്കാൻ വേണ്ടി നയം നടപ്പിലാക്കുന്നവർ ആദ്യം മദ്യം വിൽക്കണം. കോൺഗ്രസ് മന്ത്രിമാരെയും MLA മാരെയും പാർട്ടിക്ക് പുറത്താക്കുമെന്ന് ചോദ്യം ചോദിച്ചാൽ എതിർത്തുണ്ടോ? ഭയങ്കരമായ ദേഷ്യം, അതൊരു ഇമോഷനാണ്. അങ്ങനെ ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തിന്റെ കൂടെ അങ്ങ് സഞ്ചരിക്കുന്നതിന് പകരം അതൊരു പോസിറ്റീവ് എനർജിയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് ആ സിറ്റുവേഷനിൽ ഡിറ്റർമിനേഷൻ ഉണ്ടാവും. ഗാന്ധിജിയുടെ ഉദാഹരണം എടുത്തു കാണിച്ചു. മഹാത്മാഗാന്ധിന്റെ ആൾക്കാർ മദ്യം വിറ്റാണ് ഈ കേരളത്തിൽ ജീവിച്ചാൽ കോൺഗ്രസ് ആയി MLA ആവാൻ നമുക്ക് മനസ്സിലായില്ലേ? ഹൗ ഇറ്റ് ഹാസ് ഗോട്ട് എൻ ഇഫക്ട് ഓൺ യുവർ ബോഡി, ബ്രെയിൻ, ഹൗ ഡു ഓൾ ദീസ് അഫക്ട് യു എന്നുള്ളത് വളരെ ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ച് കാണിക്കുക. നമുക്കതൊരു ബ്രേക്കാണ്. ഞങ്ങളുടെയൊക്കെ സിറ്റുവേഷനിൽ വൈകിട്ടെന്താ പരിപാടി? ഉത്സവകാലത്തിന് ശാരദ സ്പർശം. സമ്മാനമായി ഓൾട്ടോ കാറുകളും. ശാരദ സിൽക്സ്, നോർത്ത് പറവൂർ ആൻഡ് തൃപ്പൂണിത്തുറ. വർക്ക്ഷോപ്പ് നടത്തുന്ന ഷോബി 25 ലക്ഷത്തിന്റെ ഉടമ. പൂരം കുറീസിന് നന്ദി. 25 ലക്ഷത്തിന്റെ സുരക്ഷാ ഗോൾഡ് പ്ലസ് 7500 രൂപയിൽ തുടങ്ങുന്ന മാസത്തവണകൾ 10 കിലോ സ്വർണം ബോണസായി ഒക്ടോബർ 10 ആരംഭം. പൂരം കുറീസ്, ചെറിയ നീക്കിയിരിപ്പിലൂടെ വലിയ കാര്യങ്ങൾ. പവർ വിറ്റ പുരുഷന് തടിയും തൂക്കവും വർദ്ധിപ്പിക്കാൻ പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിദത്തമായ സ്റ്റിറോയിഡ് കലരാത്ത ഒരു ആയുർവേദ ഉൽപ്പന്നം പവർ വിറ്റ. എന്തിനാണ് സാർ ഇത്ര അർജന്റ് പത്രസമ്മേളനം? എന്തിനാണെന്ന് പറയാൻ തന്നെയാണല്ലോ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഒന്ന് ക്ഷമിക്കണോ. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും 10% ബോണസ് അനുവദിച്ചിരിക്കുന്നു. ഓണം റംസാൻ ആഘോഷങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങുമ്പോഴാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇമ്മാനുവൽ സിൽക്സിന്റെ ഓണം റംസാൻ റോയൽ ഷോപ്പിംഗിലൂടെയാണ് 10% ക്യാഷ് ഡിസ്കൗണ്ട് ഓഫർ നൽകുന്നത്. എല്ലാ പ്രമുഖ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കും ക്യാഷ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇമ്മാനുവൽ സിൽക്സ്, തൃശൂർ, കോട്ടയം. ഇപ്പോൾ കേക്കുണ്ടാക്കാൻ എത്ര എളുപ്പം. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. ജയലക്ഷ്മി ഇപ്പോൾ തിരുവനന്തപുരത്തും. ജയലക്ഷ്മി, ദി ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. മഹീന്ദ്ര പവർ ഓഫ് ഇന്റലിജന്റ് ഇൻവെർട്ടർ HUPS. Heaven in God's own country. Kollam, Kerala. Ravis.com. Amia, the princess of silks. Ernakulam, Kozhikode, Pattambi, Edappal, Munupedika. പ്രകാശമാനമാക്കൂ നിങ്ങളുടെ ജീവിതം. ഫാസ്റ്റ് ട്രാക്ക് ഫ്ലാഷ് ലൈറ്റ്സ് കൊണ്ട് എക്കാലവും ഒരുമിച്ച് നിങ്ങളോടൊപ്പം. പൊന്നു
എനിക്കു വേണം ഒന്നും കുടമായി വേണം അത്തരമാറ്റവൾ കേൾക്കാൻ ഭീമസൻ സ്വർണം ചാർത്തിടണം. നിനക്കു വേണ്ടി ഞാൻ ആഗ്രഹിച്ചു എന്നും മികച്ചത്. ഭീമ, ആലപ്പുഴ, കൊല്ലം, തൃശൂർ. കാരണം അവൾ എന്റെ മകളാണ്. VKC, my confidence. VKC Light. ഈ മീനി അഴകിന്റെ രഹസ്യം അന്നാട്ടോൺ. അന്നാട്ടോൺ ഒരു അന്ന ആയുർവേദിക് ഉൽപ്പന്നം. പൗരുഷത്തിന് ഉദയം, മുണ്ടുകളും ഷർട്ടുകളും. ഇന്നുണ്ടാക്കുന്നത് സോനം സ്പെഷ്യൽ യമി പാസ്ത. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം ഇലക്ട്രോണിക്സ് ഉണ്ടെങ്കിൽ. നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ശരിക്കും വേൾഡ് ക്ലാസ്. ഈ ഹീറോയുടെ ഷൂട്ടിംഗ് അടിപൊളിയാ, പിന്നെ പാട്ടും സൂപ്പറാ. നിങ്ങൾ ഇങ്ങനെ വല്ലാതെ പുകഴ്ത്തി. സർ, ഹീറോ നിങ്ങൾ ഈ ഹീറോയെ കുറിച്ചാണ് പറഞ്ഞത്? അതെ സർ, സാംസങ് ഹീറോ. അസൽ ഹീറോ ഇതാണ്. ഇതിലുണ്ട് ക്യാമറ, ബ്ലൂടൂത്ത്, MP3 ഡുവൽ സിം കൂടാതെ ഇന്റർനെറ്റും. പുതിയ സാംസങ് ഹീറോ, ശരിക്കും ഹീറോ. UDF-ലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുന്ന ഷാജഹാൻ ഭാഗവതർ അനന്തപുരിയിൽ നടത്തിയ കച്ചേരി. മാണിയുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സോങ് കോട്ട് പൗഡർ പൗഡേഡ്. പാട്ട് കച്ചേരി പൊടി പൊടിച്ചു. നഗമോ ഓമുഗനലേ നീനാദാലി കൽക്കി. നഗമോ ഓമുഗനലേ നീനാദാലി കൽക്കി. മനോ നഗരാജ നഗരാജധര നീതു പരിവാരു നേല. നഗരാജധര നീതു പരിവാരു നേല. ഒതിബോധന ജയദേവരനുദാരേ തുരാനി. നഗമോ ഓമോഗനലേ നീനാദാലി കൽക്കി. നനബ്രോ ശ്രീരഘുവരനി നഗമോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാതിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും ആഗ്രഹിക്കുന്നത്. 1-2 മണിക്കൂർ പൊരുവെയിലത്ത് റാലി നടത്തിയെത്തുന്ന വിദ്യാർത്ഥികളുടെ നേർക്ക് നമ്മുടെ നേതാക്കൾ കാട്ടുന്ന കോപ്രായങ്ങളാണ് ഇതിന് കാരണം. ഇതാ ഈ ഓഗസ്റ്റ് 15-ന് മൂവാറ്റുപുഴയിൽ കണ്ട ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം. പ്രതിജ്ഞയ്ക്ക് ശേഷം ഒരു സ്ഥലകാല ബോധവുമില്ലാതെ തുടങ്ങിയ നേതാക്കളുടെ പ്രസംഗം MLA-യിലെത്തി കാട് കയറിയപ്പോൾ കുട്ടികളും അവരുടെ ടീച്ചർമാരും അവരവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഏതാണ്ട് 10-60 വർഷക്കാലത്തോളം നീണ്ടുനിന്ന, ഒരു നൂറ്റാണ്ടുകളും നീണ്ടുനിന്ന എന്ന് തന്നെ പറയാൻ കഴിയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരവും ആ സമരത്തിനു വേണ്ടി യാഗോജ്ജലമായ
പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ജാതരും അജ്ഞാതരുമായ ദേശാഭിമാനികൾ. തീർച്ചയായിട്ടും അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിക്കുവാനും രാഷ്ട്രത്തിന് വേണ്ടി പുനർ അർപ്പണം നടത്തും എന്നുള്ള പ്രതിജ്ഞ കൊടുക്കുവാനുമുള്ള ദിവസമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 64 വർഷം തികയുമ്പോഴും ഇന്നും ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ, മതേതരത്വത്തിന്റെ മാർഗത്തിൽ 120 കോടി ജനങ്ങളുമായി വൈവിധ്യങ്ങളും നിറഞ്ഞ ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് സ്മരിക്കാൻ കഴിയും. കാരണം ജനാധിപത്യത്തിന്റെ അതിശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കുവാൻ ഈ രാജ്യത്ത് കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകത തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ആരെയും കൊണ്ടുകൊടുക്കുവാൻ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മജിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ നായകന്മാർ ആവശ്യപ്പെട്ടില്ല. നീതി നിഷേധിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതിശക്തമായ പോരാട്ടത്തിലൂടെ നമ്മൾ നടത്തിയ ഈ സമരം തീർച്ചയായിട്ടും ലോകത്തിന് ഇന്ന് ഒരു പഠന വിഷയമാണ്. കാരണം കഴിഞ്ഞ 64 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയി. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം നമ്മൾ ആവിഷ്കരിച്ച ഓരോ നയങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക നയം, അന്ന് ലോകത്ത് വ്യത്യസ്തമായ സാമ്പത്തിക നയങ്ങൾ ചേരികളുണ്ടായിരുന്നു. പക്ഷേ ആ ചേരികളിലൊന്നും പെടാതെ, ഒരു ചേരിയുടെയും കീഴിൽ മുന്നിൽ മുട്ടുമടക്കാതെ സ്വതന്ത്രമായി തലയുയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ആവിഷ്കരിച്ച മിക്സഡ് എക്കോണമി എന്ന സമ്മിശ്ര സമ്പദ്ഘടന ഇന്ന് ലോകം പറയുന്നു. ലോകത്തിന് ഏറ്റവും അനുയോജ്യമായ സമ്പദ്ഘടന അല്ലെങ്കിൽ സാമ്പത്തിക നയം എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമിയാണ്. പാർട്ടി വാർത്ത ചോരുന്ന വഴികൾ അടയ്ക്കുകയാണ്. ഇനി വാർത്തയ്ക്ക് വേണ്ടി സിൻഡിക്കേറ്റുകാർ പിൻഡിക്കേറ്റുകളെ ആശ്രയിക്കേണ്ടി വന്നേക്കും. അവസാനമായി പൊളിറ്റിക്സിന് കിട്ടിയ ചില ചോർച്ചകൾ. ഞങ്ങളൊക്കെ ഒരു അവമാനകരമായ ഒരു കാര്യമാണ് വാർത്തകൾ ചോരുന്നു എന്നുള്ളത്. ചില വാർത്തകൾ ചോരുന്നു എന്നുള്ളത് ശരിയാണ്. എന്താ നിങ്ങൾക്ക് വേവരാതിയുണ്ടോ ഈ ചോർച്ച കിട്ടൂലെന്ന്? ഉമ്മൻചാണ്ടിന്റെ കസേരയ്ക്ക് എന്നിട്ട് പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞ ആളില്ലേ, ആ ടൈപ്പ് ഒരാളാണെന്ന് വെച്ചാൽ ഓരോ തരം ആളല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ ചെകുത്തലായി തീരും. മനസ്സിലായെങ്കിൽ പോവാം. ശരി.